ആ വഴി കൂടി ആർക്കും അങ്ങനെ പോകാൻ പറ്റൂല. കാര്യം ഒരു ഫുള്ളും കൊണ്ട് പോണവന്മാരെ കയ്യിൽ താഴെ വീണ് പൊട്ടണ്. 100-110 വണ്ടിയിൽ പോണവന്മാരൊക്കെ വന്ന് വീഴണം. ഇപ്പോഴും അവിടെ ഭയങ്കര പ്രേതശല്യം ഉണ്ടെന്നാണ് കേട്ടറിവ്. നീയൊക്കെ ഇതിനകത്തിരിക്കുന്ന എന്തോന്നാ സംസാരിച്ചോണ്ടിരിക്കുന്ന? പ്രേതത്തിന്റെ കഥ ഇൻട്രസ്റ്റിംഗ്. തുടങ്ങിയോ? ഒരിക്കൽ ഇതുപോലത്തെ ഒരു സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ പെണ്ണും കൂടി ബൈക്കിൽ ആ വഴി പോയപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് നിനക്ക് പെണ്ണില്ലല്ലേ? അല്ല, എൻ്റെ കൂട്ടുകാരന് ഉണ്ടായിട്ടുണ്ട്. എടാ ഇതൊക്കെ ഉള്ളത് തന്നെയാടാ. ഉള്ളതല്ല, പക്ഷെ ജാഗ്രത വേണം കേട്ടോ. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം. കാര്യം ആ വഴിക്കകത്ത് പോയിട്ടുള്ളവർ കുറേ പേര് പല പല ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്, പേടിപ്പിക്കുന്ന രീതിയിൽ. ഇലയായിരുന്നു അത്. ശബ്ദം കേൾക്കണമെങ്കിൽ പ്രായത്തിന്റെ അല്ല. നല്ല മഴക്കോളുണ്ടാ. ഞാൻ ഇറങ്ങുന്നടാ. എന്താ നിനക്കൊക്കെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്? എനിക്കിപ്പോ രാത്രി എന്റെ വീട്ടിൽ പോകാൻ വയ്യടാ. ഇന്ന് നിന്റെ കൂടെ ഞാനും ഉണ്ടാ. എടാ എന്റെ വണ്ടി പഞ്ചറായി പോടാ, അതുകൊണ്ട് ഞാനും നിന്റെ കൂടെ വരാം. ഇങ്ങനെ രണ്ട് കിഴങ്ങന്മാര്. എന്തൊരു ചെറുക്കന്മാരിത്. എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ അങ്ങ് വിശ്വസിച്ചോളൂ. എന്ത് വണ്ടി സ്റ്റാർട്ടാവണ്ടല്ലേ? ആരെങ്കിലും ഉണ്ടോ? എന്തൊരു ഉത്സവത്തിന്റെ ഫ്ലോട്ട് മാറിയാലോ. ഹലോ ചേട്ടാ, നല്ല ചൂടുള്ള ഏതെങ്കിലും വെള്ളം കുടിക്കായി ഇവിടെ എവിടെയെങ്കിലും കടയുണ്ടാ? ചേട്ടാ ഇതിന്റെ അപ്പുറത്തൊരു കട ഉണ്ടായിരുന്നല്ലോ. ഇവിടെ നിന്ന് അങ്ങേരിയോടെ പോയി. സൂപ്പർ. ഇനി ഇവിടെ നിൽക്കണ അത്ര പന്തിയിടില്ല. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വലിയ